നാം അറിയുന്ന നമ്മെ അറിയുന്ന ഈ നാടിനെ അറിയുന്ന LDFന്റെ വികസന നായകൻ സഖാവ് ബിന്ദുവിന് നിങ്ങളുടെ വിലയേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മുക്കത്തെ വ്യത്യസ്തമായ കാഴ്ചയാണിത്. വാഹനങ്ങളിൽ അനൗൺസ്മെന്റുമായി സ്ഥാനാർത്ഥികളും മുന്നണികളും മുന്നോട്ടു പോകുമ്പോൾ തന്റെ പാർട്ടിക്കും സ്ഥാനാർത്ഥിക്കും വേണ്ടി കോളാമ്പിയുമായി കവലകൾ തോറും നടന്നാണ് അബൂബക്കർ കോട്ടക്കുത്തിന്റെ പ്രചാരണം. തിരുവമ്പാടിയിലെ LDF സ്ഥാനാർത്ഥി ലിൻഡോ ജോസഫിന് വേണ്ടിയാണ് അബൂബക്കറിന്റെ ഈ അനൗൺസ്മെന്റ്. വോട്ട് ചോദിക്കുന്നതിനൊപ്പം തന്നെ LDF സർക്കാരിന്റെ വികസന നേട്ടങ്ങളും വിളിച്ചു പറഞ്ഞാണ് പ്രചാരണം. നാം അറിയുന്ന നമ്മെ അറിയുന്ന ഈ നാടിനെ അറിയുന്ന LDFന്റെ വികസന നായകൻ സഖാവ് ബിന്ദുവിന് വിലയേറിയ വിലപ്പെട്ട വോട്ടുകൾ കിട്ടിയ അറിവാൽ നക്ഷത്രം മലയാളത്തിൽ രേഖപ്പെടുത്തണമേ എന്ന് വിനയത്തിന്റെ ഭാഷയിൽ സ്നേഹത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. താനും തന്റെ കുടുംബവും ഇടതുപക്ഷാനുഭാവികളാണെന്നും ആരോടും ഒരു ചില്ലിക്കാശ് പോലും വാങ്ങാതെയാണ് ഇത്തരത്തിൽ പ്രചാരണം നടത്തുന്നതെന്നും അബൂബക്കർ പറയുന്നു. അവിടെ ഞങ്ങളെ വീട്ടിലും എന്റെ ഭാര്യയ്ക്കും ഇപ്പോൾ 1000 രൂപ ഇതുപോലെ കിട്ടുന്നുണ്ട്. അതല്ലെങ്കിലും സർക്കാർ ഏൽക്കാലത്തും LDF സർക്കാർ ജനങ്ങളോടൊപ്പം എന്നുള്ള തെളിയിച്ചിട്ടുണ്ട്. എന്റെ അനുഭവം തെളിയിച്ചിട്ടുണ്ട്. ഇതുതന്നെ ഇതുമായിട്ട് ഞങ്ങളൊക്കെ എല്ലാവരും സഖാക്കളാണ്. ഈ പരിപാടിയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അത് കണ്ട് അവരെ പിറകെ പോയി. പിന്നെ സഖാക്കൾ വരുന്നവരെല്ലാവരും സഖാക്കളായതുകൊണ്ട് ഓരോ പരിപാടിയായി ഞങ്ങൾ ആദ്യം കടലാസിൽ അങ്ങനെ ആക്കി ഇറങ്ങി. പിന്നെ ഞാൻ വലുതായി ഉദ്യോഗമായി വെച്ച് വലുതായപ്പോൾ ഇങ്ങനത്തെ സംഘടിപ്പിച്ച് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായാലും ഞാൻ പോകും, അസംബ്ലി ആയാലും എനിക്ക് പറ്റുന്നിടത്തൊക്കെ പരിധിയിലുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇത് തന്നെ പരിപാടി. ഇതിന്റെ എന്താ വെച്ചാൽ ഒരു തെരഞ്ഞെടുപ്പിൽ അന്നും ഇന്നും ആ സർക്കാരിന്റെ നേട്ടങ്ങളാണ് അന്നും ഇന്നും ഉണ്ടായത്. ഓട്ടങ്ങൾ പറയാൻ ഉണ്ടായില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ചൂടുകാലത്താവുമ്പോൾ ഒരു 5 മണിക്ക് ഇറങ്ങിയതാ. എന്നാലും ആരും അങ്ങാടിയിൽ ആളില്ലെങ്കിലും നമ്മൾ അതിന് ആളുകളല്ല, ഒരാളെങ്കിലും കേട്ടാൽ അത് മറ്റുള്ളവരിൽ പകർന്നാൽ അതൊരു നമ്മുടെ നാടിന്റെ വികസനത്തിന് വേണ്ടിയുള്ള ഒരു ഒറ്റ മാത്രമേ ഉള്ളൂ. അതിനാൽ ഇതുവരെ 1 രൂപ ഞാൻ ഈ വകുപ്പിൽ ആരോടും വാങ്ങലുമില്ല. കടുത്ത ചൂടായതിനാൽ തന്റെ പണി കഴിഞ്ഞുള്ള വൈകുന്നേരം സമയങ്ങളിലാണ് ഇത്തരത്തിൽ അബൂബക്കർ കോളാമ്പിയുമായി ഇറങ്ങുന്നത്. കാണുന്നവർക്കും ഇതൊരു കൗതുക കാഴ്ചയാണ്. നക്ഷത്രം മലയാളത്തിൽ രേഖപ്പെടുത്തണമേ എന്ന് വിനയത്തിന്റെ ഭാഷയിൽ സ്നേഹത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. സ്നേഹത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുന്നു.